സോ ഇതാ നോക്കിയേ, നമ്മുടെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. എക്സ് ഈസിക്കൽ ടു എ ഇൻറ്റു കോസ് ടി പ്ലസ് ലോഗ് ഓഫ് ടാൻ ടി ബൈ ടു. വൈ തന്നിട്ടുണ്ട്, വൈ ഈസിക്കൽ ടു എ സൈൻ ടി. ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. നമുക്ക് ആദ്യമേ ഡി വൈ ബൈ ഡി ടി കണ്ടുപിടിക്കാം. വിത്ത് റെസ്പെക്ട് ടു ടിയിലല്ലേ ഫംഗ്ഷൻ തന്നേക്കുന്നത്. വൈ ഈസ് എ ഫംഗ്ഷൻ ഓഫ് ടി. സോ ഡി വൈ ബൈ ഡി ടി നമുക്ക് കണ്ടുപിടിക്കാം. എ കോൺസ്റ്റൻ്റ് അതേപോലെ എഴുതി. സൈൻ്റെ ഡെറിവേറ്റീവ് എന്താ? കോസ് ടി. അത് കിട്ടി, ഈസി ആയിരുന്നു. സോ ഡി എക്സ് ബൈ ഡി ടി കണ്ടുപിടിക്കാം. ഇനി വിത്ത് റെസ്പെക്ട് ടു ടിയിൽ ദാണ്ട് ഇതിനെ ഡെറിവേറ്റ് ചെയ്യണം. എ കോൺസ്റ്റൻറ്റ് അത് അതേപോലെ എഴുതി. നമുക്ക് എന്ത് ചെയ്യണം? ഇനി കോസ് ടിയെയും ലോഗ് ടാൻ ടി ബൈ ടുവിനെയും ഡെറിവേറ്റ് ചെയ്യണം. ഓക്കെ, എ കോൺസ്റ്റൻറ്റ് അതേപോലെ എഴുതി, ഇതിനെ ഡെറിവേറ്റ് ചെയ്യണം. ഈ മൊത്തത്തിനായിരുന്നു ഡെറിവേറ്റ് ചെയ്യേണ്ടത്. എ കോൺസ്റ്റൻ്റ് ആയതുകൊണ്ട് അതിനെ വെളിയിൽ എഴുതി. ഇനി അകത്ത് കിടക്കുന്ന ടൈം ദാണ്ട് പ്ലസ് ചെയ്ത് കിടക്കുക. സോ ഇൻഡിവിജ്വലായിട്ട് ഓരോന്നിനെ നമുക്ക് എന്ത് ചെയ്യാം? ഡെറിവേറ്റ് ചെയ്യാം. കോസിനെ ഡെറിവേറ്റ് ചെയ്താൽ എന്ത് കിട്ടും? മൈനസ് സൈൻ ടി കിട്ടും. കിട്ടത്തില്ലയോ? കിട്ടും. പ്ലസ് അടുത്ത നമുക്ക് ഇനി ആരെ ഡെറിവേറ്റ് ചെയ്യണം? ലോഗ് ഓഫ് ടാൻ ടി ബൈ ടുവിന് ഡെറിവേറ്റ് ചെയ്യണം. സോ ലോഗ് ടാൻ ടി ബൈ ടുവിന് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ലോഗ് എക്സിന് ഡെറിവേറ്റ് ചെയ്യുമ്പോൾ എന്താ? 1/x. ലോഗ് എക്സിന് ഡെറിവേറ്റീവ് 1/x. സോ ലോഗ് എക്സ് അല്ലായിരുന്നു പകരം കിടന്നത്, ടാൻ ടി ബൈ ടു ആയിരുന്നു. സോ എന്ത് ചെയ്യാം? 1/tan ടി ബൈ ടു. 1/tan ടി ബൈ ടു ഇൻറ്റു എന്ത് ചെയ്യണം? ലോഗ് എക്സ് അല്ലായിരുന്നു, ടാൻ ടി ബൈ ടു ആയിരുന്നു. സോ ഇനി എന്ത് ചെയ്യണം? ടാൻ ടി ബൈ ടുവിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. ടാൻ ടി ബൈ ടുവിൻ്റെ ഡെറിവേറ്റീവ് എടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ടാൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ. സോ ടാൻ ടി ബൈ ടുവിൻ്റെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ ടി ബൈ ടു ഇൻറ്റു എന്തുകൊണ്ട്? ടി ബൈ ടുവിൻ്റെയും കൂടെ ഡെറിവേറ്റീവ് എടുക്കണം. അല്ലയോ? അകത്തൊരു ഫംഗ്ഷനാണ് കിടക്കുന്നത്. വെറുതെ ടാൻ ടി എന്നല്ല കിടന്നത്, ടാൻ ടി ബൈ ടു എന്നാണ് കിടന്നത്. സോ ആ ടി ബൈ ടുവിൻ്റെയും കൂടെ ഡെറിവേറ്റീവ് എടുക്കണം. ടി ബൈ ടുവിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/2. ഇത് ആംഗിളാന്നേ, അത് സീക്കിനകത്തുള്ള ആംഗിളാന്നേ, ആംഗിളാണ്. ഓക്കെ, സോ ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഡി വൈ ബൈ ഡി എക്സ് കണ്ടുപിടിക്കണം. സോ എന്ത് ചെയ്യാം? ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി വിച്ച് ഈസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി ടി നമ്മുടെ കയ്യിലുണ്ട് എന്താ? എ കോസ് ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി നമുക്ക് എഴുതണം അല്ലയോ? സോ ഡി എക്സ് ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ എ കോമൺ ആയിട്ട് വെളിയിലുണ്ട്. സോ ഒരു മൈനസ് സൈൻ ടി ഉണ്ട് പ്ലസ് ഇതാ നോക്കിയേ, ഒരു 1/2 ഇവിടെ ഉണ്ട്. 1/2 ഇൻറ്റു സീക്ക് സ്ക്വയർ ടി ബൈ ടു എന്ന് പറഞ്ഞാൽ എന്താ? സീക്ക് എന്ന് പറഞ്ഞാൽ എന്താ? 1/cos സ്ക്വയർ അല്ലയോ? സോ 1 ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ ടി ബൈ ടു ഇൻറ്റു ടാൻ ടി ബൈ ടു എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ ടി ബൈ ടു ഡിവൈഡഡ് ബൈ കോസ് ടി ബൈ ടു. സംശയമൊന്നും ഇല്ലാത്ത കാര്യമാണേ, സംശയമൊന്നുമില്ല. ഓക്കെ, സോ 1/2 അത് ആദ്യമേ എഴുതി. ഇനി സീക്ക് സ്ക്വയറിന് എന്ത് ചെയ്തു? 1/cos സ്ക്വയർ എന്ന് എഴുതി. ഇനി താഴെ എന്തോ കിടപ്പുണ്ടായിരുന്നു? ഡിനോമിനേറ്ററിൽ തന്നെ കിടന്നത് ടാൻ ടി ബൈ ടു. അതിനെന്ത് ചെയ്തു? സൈൻ ടി ബൈ ടു ബൈ കോസ് ടി ബൈ ടു എന്ന് എഴുതി. സോ ഒരു കോസ് ടി ബൈ ടുവും ഒരു കോസ് സ്ക്വയറും കൂടെ വെട്ടിപ്പോവും. സോ 2 cos ടി ബൈ ടു ഇൻറ്റു സൈൻ ടി ബൈ ടു എന്ന് കിട്ടി അല്ലയോ? സോ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എയും എയും നമുക്ക് ക്യാൻസൽ ചെയ്യാം. സോ മുകളിൽ ഒരു കോസ് ടി ഉണ്ട് ഡിവൈഡഡ് ബൈ താഴെ എന്തോ ഉണ്ട്? ഒരു മൈനസ് സൈൻ ടി ഉണ്ട്. ഇനി അതേപോലെ ഇതാ നോക്കിയേ, 2 cos ടി ബൈ ടു ഇൻറ്റു സൈൻ ടി ബൈ ടു. 2 cos തീറ്റ സൈൻ തീറ്റ എന്താ? സൈൻ 2 തീറ്റ. സോ പ്ലസ് 1 ഡിവൈഡഡ് ബൈ സൈൻ 2 തീറ്റ. തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? ടി ബൈ ടു. സോ 2 ഇൻറ്റു ടി ബൈ ടു എന്ത് വരും? ടി എന്ന് വരും. ഓക്കെ, സോ 2 cos തീറ്റ സൈൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ? സൈൻ 2 തീറ്റ അല്ലേ? സൈൻ ഓഫ് 2 തീറ്റ. തീറ്റ വന്നേക്കുന്നത് ഇവിടെ ടി ബൈ ടു. സോ 2 ഇൻറ്റു ടി ബൈ ടു എന്ത് വരും? ടി വരും. സോ 1/2 ആൾറെഡി ഉണ്ടായിരുന്നില്ലയോ? സോ ഒരു 2 ഉണ്ട്. 2 സൈൻ തീറ്റ കോസ് തീറ്റ സൈൻ 2 തീറ്റ എന്നാവും. അത് സൈൻ ടി എന്നാവും. സൈൻ ടി 2 സൈൻ തീറ്റ കോസ് തീറ്റ എന്താവും? സൈൻ 2 തീറ്റ ആവും. സോ സൈൻ ഇൻറ്റു 2 ഇൻറ്റു ടി ബൈ ടു. 2 ഇൻറ്റു ടി ബൈ ടു ടി ആവും. സോ സൈൻ ടി വിച്ച് ഇംപ്ലൈസ് ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു കോസ് ടി ഡിവൈഡഡ് ബൈ ഇതാ നോക്കിയേ, സൈൻ ടി ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 1 മൈനസ് സൈൻ സ്ക്വയർ ടി ദ ഹോൾ ഡിവൈഡഡ് ബൈ സൈൻ ടി എന്ന് വരും ഇല്ലയോ? ആ സൈൻ ടി നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ മുകളിൽ എഴുതാം. ഓക്കെ, നമുക്കിനി എന്ത് ചെയ്യാം? നമുക്ക് ദാണ്ടേ ഇവിടെ കോസ് ടി ഇൻറ്റു സൈൻ ടി 1 മൈനസ് സൈൻ സ്ക്വയർ ടി ഉണ്ട് അല്ലേ? 1 മൈനസ് സൈൻ സ്ക്വയർ ടി നമുക്ക് എങ്ങനെ എഴുതാടേ? കോസ് സ്ക്വയർ ടി എന്ന് എഴുതി കൂടെ എഴുതാം അല്ലേ? സൈൻ സ്ക്വയർ ടി പ്ലസ് കോസ് സ്ക്വയർ ടി ഈക്വൽ ടു 1 ആണ്. സോ 1 മൈനസ് സൈൻ സ്ക്വയർ ടി എന്ത് ചെയ്യാം? കോസ് സ്ക്വയർ ടി നമുക്ക് എഴുതാം. സോ കോസ് ടി ഇൻറ്റു സൈൻ ടി ഡിവൈഡഡ് ബൈ കോസ് സ്ക്വയർ ടി ആണേ ആണ്. സോ ഒരു കോസ് ടിയും ഒരു കോസ് സ്ക്വയർ ടിയിൽ നിന്ന് ഒരു കോസ് ടിയും ക്യാൻസൽ ചെയ്യും. സൈൻ ടി ബൈ കോസ് ടി എന്ന് കിട്ടും. സൈൻ ടി ബൈ കോസ് ടി എന്താ? സൈൻ ടി ബൈ കോസ് ടി ടാൻ ടി. ആൻസറായി. ഓക്കെ അല്ലേ? സിമ്പിൾ അല്ലേ കണക്ക്? സിമ്പിൾ പ്രോബ്ലം ആയിരുന്നു. ഓക്കെ,
തൊട്ട് മുന്നേ കുറച്ച് ലെങ്തി ആയിരുന്നു, പക്ഷേ ഇതെന്താ സിമ്പിൾ പ്രോബ്ലം ആയിരുന്നു. ഓക്കെ ഓക്കെ നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. 9ാമത്തെ ക്വസ്റ്റ്യൻ അടുത്തത് അല്ലേ. 9ാമത്തെ ക്വസ്റ്റ്യൻ, എക്സ് ഈസിക്കൽ ടു എ സീക്ക് തീറ്റ, വൈ ഈസിക്കൽ ടു ബി ടാൻ തീറ്റ. ഓക്കെ, സോ ഫസ്റ്റ് ഡി വൈ ബൈ ഡി തീറ്റ, ഇവിടെ തീറ്റയല്ലേ കിടക്കുന്നത്, തീറ്റ. സോ ഡി വൈ ബൈ ഡി തീറ്റ, ബി കോൺസ്റ്റൻ്റ് അത് അതേപോലെ എഴുതി. ടാൻ തീറ്റയുടെ ഡെറിവേറ്റീവ് സീക്ക് സ്ക്വയർ തീറ്റ. ഓക്കെ, ഇനി അതേപോലെ ഡി എക്സ് ബൈ ഡി തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു എ, അതേപോലെ കോൺസ്റ്റൻ്റ് അതേപോലെ എഴുതി. സീക്ക് തീറ്റ ഡെറിവേറ്റീവ് എന്താ, സീക്ക് തീറ്റ ടാൻ തീറ്റ, സീക്ക് തീറ്റ ഇൻറ്റു ടാൻ തീറ്റ. ഓക്കെ, സോ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു എന്താ, ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ അല്ലയോ. അതായത് ബി സീക്ക് സ്ക്വയർ തീറ്റ ഡിവൈഡഡ് ബൈ എ സീക്ക് തീറ്റ ഇൻറ്റു ടാൻ തീറ്റ. ഓക്കെ ഓക്കെ, സോ ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. സോ നമുക്ക് സീക്ക് സ്ക്വയർ തീറ്റയും ഒരു സീക്ക് തീറ്റയും ക്യാൻസൽ ചെയ്യാം. സോ ബി ബൈ എ ഇൻറ്റു സീക്ക് തീറ്റ എന്ന് പറഞ്ഞാൽ 1 ബൈ കോസ് തീറ്റ ഇൻറ്റു 1 ബൈ ടാൻ തീറ്റ എന്ന് പറഞ്ഞാൽ എന്താ, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അപ്പോൾ കോസ് തീറ്റയും ക്യാൻസൽ ആവും, വിച്ച് ഈസ് ഈക്വൽ ടു ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു ബി ബൈ എ ഇൻറ്റു 1 ബൈ സൈൻ തീറ്റ. 1 ബൈ സൈൻ എന്താ, കൊസീക്ക് തീറ്റ. ഓക്കെ, 1 ബൈ സൈൻ കൊസീക്ക് തീറ്റ എന്ന് കിട്ടും. സോ ബി ബൈ എ ഇൻറ്റു കൊസീക്ക് തീറ്റ എന്ന് ആൻസർ കിട്ടും. ഓക്കെ ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. എന്നാൽ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ നമ്മൾ എന്താ നിൽക്കുന്നത്, എക്സ് ഈസിക്കൽ ടു എ ഇൻറ്റു കോസ് തീറ്റ പ്ലസ് തീറ്റ സൈൻ തീറ്റ, വൈ ഈസിക്കൽ ടു എ ഇൻറ്റു സൈൻ തീറ്റ മൈനസ് തീറ്റ കോസ് തീറ്റ. നോക്കാം, ഡി വൈ ബൈ ഡി തീറ്റ വിച്ച് ഈസിക്കൽ ടു എ കോൺസ്റ്റൻ്റ് അതേപോലെ എഴുതി. ഇനി സൈൻ തീറ്റ ഡെറിവേറ്റീവ് കോസ് തീറ്റ മൈനസ് തീറ്റ കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എടുക്കണം. തീറ്റ കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ്. ഓക്കെ, തീറ്റ കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താ, യു ഇൻറ്റു വി എന്നും പറഞ്ഞൊരു ഫംഗ്ഷൻ ആയിട്ട് കിടക്കും അല്ലയോ. സോ യു ഡാഷ് വി, യു ഡാഷ് തീറ്റയുടെ ഡെറിവേറ്റീവ് 1 കോസ് തീറ്റ അതേപോലെ എഴുതി, യു ഡാഷ് വി പ്ലസ് യു ഇൻറ്റു വി ഡാഷ് കോസ് തീറ്റയുടെ ഡെറിവേറ്റീവ് എന്താ, മൈനസ് സൈൻ തീറ്റ. സോ ഇൻറ്റു മൈനസ് സൈൻ തീറ്റ. ഓക്കെ ഓക്കെ, ഡി വൈ ബൈ ഡി തീറ്റ ആയി അല്ലേ. ഡി വൈ ബൈ ഡി തീറ്റ എ കോൺസ്റ്റൻ്റ് അതേപോലെ എഴുതി, സൈൻ തീറ്റ ഡെറിവേറ്റീവ് കോസ് തീറ്റ മൈനസ്, ഇനി എന്ത് ചെയ്യണം, തീറ്റ കോസ് തീറ്റ എന്ന് പറയുന്ന ടൈമിനെ ഡെറിവേറ്റ് ചെയ്യണം അല്ലേ. സോ തീറ്റ കോസ് തീറ്റ ഡെറിവേറ്റീവ് എന്ത് കിട്ടും, കോസ് തീറ്റ യു ഡാഷ് വി പ്ലസ് യു വി ഡാഷ്, യു ഡാഷ് 1 വി പ്ലസ് യു ഇൻറ്റു വി ഡാഷ് കോസ് തീറ്റ ഡെറിവേറ്റീവ്. ഓക്കെ ഓക്കെ, നമ്മൾ ഒരുപാട് കണക്കുകൾ ഇതേപോലെ ചെയ്തതാണ്, അതുകൊണ്ട് ഇത് വീണ്ടും ഇതൊന്നും എക്സ്പ്ലെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല അല്ലേ, ആവശ്യമില്ല. സോ ഡി എക്സ് ബൈ ഡി തീറ്റ നമുക്ക് കണ്ടുപിടിക്കാം. ഇനി ഡി എക്സ് ബൈ ഡി തീറ്റ എ കോൺസ്റ്റൻറ്റ് അത് അതേപോലെ എഴുതി, കോസ് തീറ്റ ഡെറിവേറ്റീവ് മൈനസ് സൈൻ തീറ്റ പ്ലസ് നമുക്കിനി എന്ത് വേണം, തീറ്റ സൈൻ തീറ്റ ഡെറിവേറ്റീവ് വേണം. സോ തീറ്റ സൈൻ തീറ്റ, തീറ്റ എന്ന് പറയുന്നത് യു, സൈൻ തീറ്റ എന്ന് പറയുന്നത് വി അല്ലേ. സോ യു ഡാഷ് വി പ്ലസ് യു വി ഡാഷ്, സോ യു ഡാഷ് 1 ഇൻറ്റു വി സൈൻ തീറ്റ പ്ലസ് യു ഇൻറ്റു സൈൻ തീറ്റ ഡെറിവേറ്റീവ് കോസ് തീറ്റ. ഓക്കെ ഓക്കെ, സോ ഡി വൈ ബൈ ഡി എക്സ് നമുക്ക് കണ്ടുപിടിക്കണം. സോ ഡി വൈ ബൈ ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി തീറ്റ. മുകളിൽ എ ഇൻറ്റു കോസ് തീറ്റ മൈനസ്, ഞാൻ ഈ മൈനസ് അകത്തോട്ട് ഇരിക്കട്ടെ, മൈനസ് അകത്തോട്ട് ഇരാം. സോ മൈനസ് കോസ് തീറ്റ, ഈ മൈനസും കൂടെ പ്ലസ് ആവും, പ്ലസ് പ്ലസ് തീറ്റ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ എ കോൺസ്റ്റൻ്റ് അതേപോലെ എഴുതി, മൈനസ് സൈൻ തീറ്റ പ്ലസ് സൈൻ തീറ്റ പ്ലസ് തീറ്റ കോസ് തീറ്റ. എയും ക്യാൻസൽ, കോസ് തീറ്റയും മൈനസ് കോസ് തീറ്റയും ക്യാൻസൽ, സൈൻ തീറ്റയും മൈനസ് സൈൻ തീറ്റയും ക്യാൻസൽ. സോ ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു മുകളിൽ തീറ്റ സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ താഴെ തീറ്റ കോസ് തീറ്റ. സോ തീറ്റ ക്യാൻസൽ, സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ടാൻ തീറ്റ. സിമ്പിൾ അല്ലായിരുന്നോ? സിമ്പിളായിരുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, അടുത്ത ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. ഇഫ് എക്സ് ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ സൈൻ ഇൻവേഴ്സ് ടി, വൈ ഈസ് ഈക്വൽ ടു റൂട്ട് ഓഫ് എ കോസ് ഇൻവേഴ്സ്, റൂട്ട് ഓഫ് എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി. ഓക്കെ, ഷോ ദാറ്റ് ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു മൈനസ് 5/x എന്ന് കണ്ടുപിടിക്കണം. ഓക്കെ ഓക്കെ, കണ്ടുപിടിക്കാം. എ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്തുവാ, എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ. പഠിച്ചതാ, ഈ സാധനം മതി നമുക്ക്. ഓക്കെ, കാരണം ഇവിടെ എ റൈസ് ടു
ഫംഗ്ഷൻ എന്ന് പറഞ്ഞല്ലേ കിടക്കുന്നത്. സോ അതാണ് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നത് ഉപയോഗിക്കുന്നത്. എ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ. നോക്കാം, നമുക്ക് അങ്ങനെ ആണെങ്കിൽ എക്സ് തന്നിട്ടുണ്ട്. നമുക്ക് ആദ്യമേ ഡി എക്സ് ബൈ വിത്ത് റെസ്പെക്ട് ടു ടിയിലല്ലേ ചെയ്യാൻ പറ്റൂ. സോ ഡി എക്സ് ബൈ ഡി ടി, ഡി എക്സ് ബൈ ഡി ടി ഈസ് ഈക്വൽ ടു റൂട്ട് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? റൂട്ടാണ് ആദ്യം ഫംഗ്ഷൻ കിടക്കുന്നത്. റൂട്ടിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/2 റൂട്ട് എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി. സംശയമൊന്നുമില്ല. ഇൻറ്റു, ഓക്കെ. പക്ഷേ ഇവിടെ എക്സ് അല്ലായിരുന്നു കിടന്നത്, പകരം എന്താ? എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി. സോ നമ്മൾ എന്ത് ചെയ്യണം? എ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എടുക്കണം. എ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? എ റൈസ് ടു എക്സ് ഇൻറ്റു, അതായത് എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി ഇൻറ്റു സൈൻ ഇൻവേഴ്സ് ടി ഇൻറ്റു എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ, അല്ലയോ? ലോഗ് എ. തീർന്നോ? ഇല്ല. ഇവിടെ എ റൈസ് ടു എക്സ് ആയിരുന്നെങ്കിൽ ഇത്രയും മതിയായിരുന്നു. പക്ഷേ എക്സ് അല്ല, പകരം കിടന്നത് എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് എക്സ് ആണ്. സോ സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് കൊടുക്കണം. സൈൻ ഇൻവേഴ്സ് എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? 1/√1 - t². ഓക്കെ ആണ്. ഇപ്പം കംപ്ലീറ്റ് ആയി. അങ്ങനെയാണെങ്കിൽ ഡി വൈ ബൈ ഡി ടിയും ചെയ്തുകൂടെ ഇതുപോലെ? ഡി വൈ ബൈ ഡി ടി അവിടെ പകരം വന്നേക്കുന്നത് എന്താ? ദാണ്ടേ എ റൈസ് ടു സൈൻ ഇൻവേഴ്സിന് പകരം വന്നേക്കുന്നത് കോസ് ഇൻവേഴ്സ് ആണെന്നുള്ള വ്യത്യാസമേ ഉള്ളൂ. സോ 1/2 റൂട്ട് എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി ഇൻറ്റു, നമുക്കറിയാം എ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്താ? എ റൈസ് ടു എക്സ് ഇൻറ്റു ലോഗ് എ. സോ എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി ഇൻറ്റു ലോഗ് എ. പക്ഷേ എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി ആ വന്നത്, എ റൈസ് ടു എക്സ് അല്ല വന്നത്, എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി ആ വന്നത്. സോ എന്ത് ചെയ്യണം? കോസ് ഇൻവേഴ്സ് ടിയുടെ ഡെറിവേറ്റീവും കൂടെ എടുക്കണം. കോസ് ഇൻവേഴ്സ് ടിയുടെ ഡെറിവേറ്റീവ് എന്താ? -1/√1 - t². സോ ഡി വൈ ബൈ ഡി എക്സ് ആണ് നമുക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്, അല്ലേ? സോ ഡി വൈ ബൈ ഡി ടി നമുക്ക് കിട്ടി, ഡി എക്സ് ബൈ ഡി ടിയും കണ്ടുപിട്ടി. സോ ഡി വൈ ബൈ ഡി ടി ഡിവൈഡഡ് ബൈ ഡി എക്സ് ബൈ ഡി ടി. ഓക്കെ. സോ ഇതേ ഡിവൈഡഡ് ബൈ ഇത് ചെയ്യുമ്പോൾ നമുക്ക് ക്യാൻസലായി പോകുന്ന ടേമുകൾ ഏതൊക്കെയാണ്? ലോഗ് എയും എന്തായാലും ക്യാൻസൽ ആവും, അല്ലേ? ബാക്കി വരുന്ന ടേമുകൾ എന്തൊക്കെയാണ്? എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി ഇൻറ്റു മൈനസ് ഉണ്ട്, അല്ലേ? -1/√1 - t² ഇൻറ്റു 1/2 റൂട്ട് എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി ദ ഹോൾ ഡിവൈഡഡ് ബൈ. താഴെ എന്തുകൊണ്ട്? താഴെ ഡി എക്സ് ബൈ ഡി ടി ഉണ്ട്, അല്ലയോ? ഡി എക്സ് ബൈ ഡി ടിയിലും ലോഗ് എയും എന്ത് ചെയ്തോളും? ക്യാൻസലായി പൊക്കോളും. ബാക്കി എന്തുകൊണ്ട്? എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി ഇൻറ്റു 1/√1 - t² ഇൻറ്റു 1/2 റൂട്ട് എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി. ഓക്കെ. സോ 1/√1 - t² രണ്ടിടത്തുനിന്ന് എന്ത് ചെയ്യും? ക്യാൻസലാവും. 1/2 ക്യാൻസലാവും. പിന്നെ നമുക്ക് എന്തുകൊണ്ട്? എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി ഇൻറ്റു √(a റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി), അല്ലേ? അതിനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും? നമുക്ക് ഇതാണ്ട് അടുത്തൊരു പേജിലോട്ട് എഴുതാം. ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു, നമുക്കിവിടെ വന്നേക്കുന്നത് എന്തായിരുന്നു? എ റൈസ് ടു കോസ് ഇൻവേഴ്സ് മൈനസ് എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി ഉണ്ട്, ഒരു ഡിവൈഡഡ് ബൈ √(a റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി ഉണ്ട്, അല്ലേ? സോ മൈനസ് എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി ഇൻറ്റു 1/√(a റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി ദ ഹോൾ ഡിവൈഡഡ് ബൈ എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി ഇൻറ്റു 1/√(a റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി. ഓക്കെ. ഡി വൈ ബൈ ഡി എക്സ് ഈസ് ഈക്വൽ ടു, നോക്കാം ഇനി എന്ത് സംഭവിക്കുന്നത് നോക്കാം. മൈനസ് എ റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി ഡിവൈഡഡ് ബൈ √(a റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി. നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും? അതാണ്ട് ഇത് റൂട്ട് ഓഫ് എന്താവും? √(a റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി എന്നാവും. ഡിവൈഡഡ് ബൈ താഴെ എന്താവും? ഇവിടെയും റൂട്ടും ഒരു എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി ഉണ്ട്, അതെന്താവും? √(a റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി ആവും. ഓക്കെ. വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് √(a റൈസ് ടു കോസ് ഇൻവേഴ്സ് ടി ഡിവൈഡഡ് ബൈ എ റൈസ് ടു സൈൻ ഇൻവേഴ്സ് ടി എന്നാവും.
dy/dx ഈസ് ഈക്വൽ ടു ആവത്തില്ലയോ? ആവും. അങ്ങനെയാണെങ്കിൽ a/m/a/n എന്താ? a/m-n. സോ മൈനസ് റൂട്ട് ഓഫ് a/cos ഇൻവേഴ്സ് t മൈനസ് സൈൻ ഇൻവേഴ്സ് t. ഓക്കെ. സോ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? നമ്മുടെ ക്വസ്റ്റ്യൻ dy/dx -y/x എന്ന് തെളിയിക്കാൻ അല്ലേ? സോ നമുക്ക് -y/x എന്ന് തെളിയിക്കണം. അതായത് എന്താ? dy/dx -y/x അല്ലേ? അതായത് മൈനസ് റൂട്ട് a/cos ഇൻവേഴ്സ് t ഡിവൈഡഡ് ബൈ റൂട്ട് a/sin ഇൻവേഴ്സ് t എന്ന് നമ്മൾ എന്ത് ചെയ്യണം? തെളിയിക്കണം. അത് നമ്മൾ തെളിയിച്ചില്ലയോ? ഇതാ നോക്കിക്കേ, ഞാനിവനെ ഇങ്ങെടുത്തോട്ടെ. നമ്മളത് തെളിയിച്ചില്ലേ? നമ്മൾ അത് തെളിയിച്ചു. ഓക്കെ, ഇതാ നോക്കിയേ, ഇതാണ്ട് ഇവിടെ നമുക്ക് ആൻസർ ആയി കഴിഞ്ഞില്ലയോ? ഇവിടെ തന്നെ നമുക്ക് ആൻസർ ആയി കഴിഞ്ഞു. വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ്, ഇതാ നോക്കിയേ, റൂട്ട് ഓഫ് a/cos ഇൻവേഴ്സ് t ഡിവൈഡഡ് ബൈ റൂട്ട് ഓഫ് a/sin ഇൻവേഴ്സ് t. അതായത് മൈനസ് y ഡിവൈഡഡ് ബൈ എക്സ് അല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു മൈനസ് y ഡിവൈഡഡ് ബൈ എക്സ് നമ്മൾ തെളിയിച്ച് കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ ഇങ്ങനെ എഴുതണമെന്നില്ല, ഇതും എഴുതണമെന്നില്ല. നമ്മൾ ഇവിടുത്തെ ഇപ്പോഴേ ആൻസർ എന്ത് ചെയ്തു? തെളിഞ്ഞു. കാരണം എന്താ? ഇതെന്ന് പറഞ്ഞാൽ എന്താ? വയ്യ. ഇതെന്ന് പറഞ്ഞാൽ എന്താ? എക്സ്. സോ -y/x എന്ന് നമ്മൾ എന്ത് ചെയ്തു? പ്രൂവ് ചെയ്തു. ഓക്കെ. സോ ഈ ഒരു ക്വസ്റ്റിനോടുകൂടി ആ എക്സസൈസ് കംപ്ലീറ്റ് ആവുക. ഈ ഒരു സെക്ഷൻ ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? അടുത്തത് സെക്കൻഡ് ഓർഡർ ഡെറിവേറ്റീവ് എന്ന് പറയുന്നൊരു ടോപ്പിക് കൂടെ ഉണ്ട്. അത് ഇതുപോലെ തന്നെ സിമ്പിളാണ്. നമുക്ക് ഡെറിവേറ്റീവ്സ് ചെയ്യാൻ അറിയാമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? സിമ്പിളായിട്ട് അതിൻ്റെ കണക്കുകളെല്ലാം ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഡെറിവേറ്റീവ്സ് അറിയണം, അത്രയേ ഉള്ളൂ. ഓക്കെ, സോ ഈ ഒരു സെക്ഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത ക്ലാസ്സിൽ കാണാം. ഹാപ്പി ലേണിംഗ്. ബൈ.